നമ്മളിവിടെ 1/4 കിലോ കടല എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി ഇവ ചേർക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് കടലയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർക്കാം. ഇനി കുക്കർ നന്നായി മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ, ലോ ഫ്ലെയിമിൽ 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കാം. ഇനി ഇത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് ഇളക്കി നന്നായി തിളച്ചതിന് ശേഷം വാങ്ങി വയ്ക്കുക. ഇപ്പോൾ നമ്മളുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്.